വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഓണത്തിന്റെ സ്പെഷ്യൽ റെസിപ്പികളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെസിപ്പികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലെ തന്നെ ഓണത്തിന് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. പരിപ്പ് പ്രഥമനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊരു വലിയ കാര്യം തന്നെയാണ്, ഒരു ഹാപ്പിയസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓണത്തിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ പരിപ്പാണ്. 1/2 കിലോ ഉണ്ട്, 500 ഗ്രാമാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇന്ന് വറുത്തെടുക്കണം, എന്നിട്ടാണ് നമ്മളിത് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് ഇവിടെ 1 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉണക്കത്തെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച്, ഇപ്പോൾ മധുരം കുറച്ച് മതിയുള്ളവരെ കാണും, അത് കൂടുതൽ മധുരം വേണ്ടി വരികയാണ്. അപ്പോൾ അതനുസരിച്ച് മധുരത്തിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ 500 ഗ്രാം പരിപ്പിന് നമ്മൾ 1 കിലോ ശർക്കര എന്ന് പറയുന്നതാണ് അതിൻ്റെ കറക്റ്റ് മധുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒത്തിരി വെള്ളത്തിൽ ഉരുക്കിയെടുക്കരുത്, കാരണം ഇത് മെൽറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1.25 കപ്പ് വെള്ളത്തിൽ ഇത് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അതാണ് കറക്റ്റ്. കാരണം ഒത്തിരി വെള്ളമായി പോയി കഴിഞ്ഞാൽ അത് നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കണമെങ്കിൽ നല്ല താമസം വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു 1.25 കപ്പ് വെള്ളത്തിൽ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 4 തേങ്ങ ചിരകിയതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാം പാല് 2ാം പാല് അങ്ങനെയാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരളവിൽ നമുക്ക് 4 തേങ്ങയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പായസത്തിലേക്ക് ഇടാൻ വേണ്ടി തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് വേണ്ടവർക്ക് ഇട്ടാൽ മതി. ഇപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ പായസത്തിലൊന്ന് കടിക്കാൻ കിട്ടും, അത് ഇഷ്ടമുള്ളവർക്ക് ഇടുക. പിന്നെ അതുപോലെ തന്നെ കാഷ്നട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുക്കും ഏലക്കായും പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ നെയ്ക്കകത്താണ് ഈ നമ്മുടെ കാഷ്നട്ടും തേങ്ങാക്കൊത്തും ഒക്കെ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് നെയ്യ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് പായസത്തിലേക്ക് നെയ്യ് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ ആവശ്യമുണ്ട്. അപ്പം ഇതൊരു 200 ml ആണ്. അതിലൊരു 100 ml നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പരിപ്പ് ഇവിടെ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ നമ്മുടെ പരിപ്പൂറി ഉണ്ടാക്കിയ വീഡിയോയ്ക്കകത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് അത് ചൂടാക്കി എടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തൊരു ബ്രൗൺ കളർ, ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ എടുക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം ചെറിയൊരു ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പരിപ്പ് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചിലർ തേങ്ങാപ്പാൽ വേണേലും ഇത് വേവിച്ചെടുക്കുന്നവരുണ്ട്. കാരണം നമ്മൾ 3ാം പാല് പിഴിയത്തില്ലേ, അപ്പം 3ാം പാല് പിഴിയുന്ന ആ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഈ പരിപ്പ് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം ഈ പരിപ്പിന് മേളിൽ നല്ല രീതിയിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. നമ്മൾ ഇത്ര വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പരിപ്പ് വേകാൻ ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ ഇത് കട്ട പിടിച്ച പോലെ ഇരിക്കും. പിന്നെ നമ്മളത് ഉടച്ചെടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് പരിപ്പിന് മേളിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് 2 വിസിലേ അടിക്കുന്നുള്ളൂ കേട്ടോ. 2 വിസിൽ അടിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അത് മതി. അപ്പോൾ നമ്മളിനി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1ാം പാലാണ് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 1 കപ്പ് ചെറു ചൂടുവെള്ളമാണിത്. അപ്പോൾ ഈ ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിഴിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിങ്ങനെ പിഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നെങ്കിൽ ഒരു ടവലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തോർത്തോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ ഈ തേങ്ങാപ്പീര എടുത്ത് വെച്ച് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പം നമ്മുടെ പപ്പ കേട്ടോ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ എനിക്ക് അത്ര കൈക്ക് വലിയ ശക്തി ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ പപ്പ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞ്
അപ്പോൾ ആ തോർത്തിലേക്ക് ആ തേങ്ങ എടുത്ത് വെക്കുവാണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് വേണം അത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ മിക്സി വേണമെങ്കിലും, ഇങ്ങനെ പറ്റില്ലാത്തൊരു മിക്സിയിലാണെങ്കിലും നമുക്കൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഒന്നാം പാല് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയ്ക്കും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീരെ തന്നെ നമ്മൾ രണ്ടാം പാല് പിഴിഞ്ഞെടുക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 8 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ രണ്ടാം പാലും പിഴിഞ്ഞെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ രണ്ടാം പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയ്ക്കുമാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നാം പാല് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത് വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് നെയ്യിൽ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. അപ്പൊ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ നെയ്ക്കകത്ത് നമ്മുടെ പരിപ്പ് കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയാണ്. അപ്പോൾ അത് നമ്മൾ ഫുൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ശർക്കര ഈ പരിപ്പിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഒന്ന് വറ്റി വരണം. അപ്പൊ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളൊരു 3 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മുടെ രണ്ടാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട്
നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഇവിടെ വറ്റി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒന്നാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടാവുക മാത്രമേ ചെയ്യാവുള്ളൂ, ഇത് തിളക്കരുത്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഒന്നാം പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഇവിടെ ഓഫ് ചെയ്തായിരുന്നു. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഏലക്കായും ചുക്കും കൂടെ പൊടിച്ച് വെച്ചതാണ്, നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇതിടുമ്പോഴത്തേക്ക് ഒരു നല്ല ഫ്ലേവർ ആട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1.25 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം റെഡി. നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണത്തിന് എല്ലാവരും ട്രൈ നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.